ഹലോ മിസ് അങ്ങനെ ഡിഫൻഡിങ് ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 9 റൺസിന് തോൽപ്പിച്ച് ലക്നൗ സൂപ്പർ ജയൻസ് അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നലത്തെ മത്സരം തോക്കുകയാണെങ്കിൽ ലക്നൗ പ്ലേ ഓഫിൽ എത്താൻ സാധ്യതയില്ലായിരുന്നു. പക്ഷേ ഇന്നലത്തെ മത്സരം ജയിച്ചവർ പ്ലേ ഓഫിലേക്കുള്ളൊരു വഴി തുറന്നിട്ടുണ്ട്. തുടർച്ചയായി 8 മത്സരങ്ങൾ ഹോം മാച്ചസ് തോറ്റു വന്ന ലക്നൗ ഇന്നലത്തെ മത്സരം ജയിച്ചിട്ടുകൂടി ആ ഒരു ഡിഫീറ്റ് സ്ട്രീക്ക് അവസാനിപ്പിച്ചായിരുന്നു. തുടർച്ചയായി 9 മത്സരം തോക്കുക എന്നൊരു റെക്കോർഡിലേക്ക് പോകാതെ, കാരണം ഇത് ഇതിനു മുമ്പ് തുടർച്ചയായി 9 മത്സരങ്ങൾ തോറ്റ് ഹോം മാച്ചിൽ തോറ്റെന്ന റെക്കോർഡ് ഡൽഹിക്കൊപ്പമാണ്, ഡൽഹി ഡൈഡേഴ്സിനൊപ്പം. അത് 2013 ആ ഒരു സീസണിലാണ് തുടർച്ചയായി 9 മാച്ചസ് ഹോം വെന്യൂസിൽ തോന്നുന്നു. പക്ഷേ ലക്നൗ സൂപ്പർ ജയൻസ് തുടർച്ചയായി ഇപ്പോൾ 8 മാച്ച് തോറ്റു. പക്ഷേ ഇന്നലത്തെ ആ ഒരു വിജയത്തോടുകൂടി ആ ഒരു നാണക്കേട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ IPL 50 മത്സരം കഴിയുമ്പോഴും ഇപ്പോഴും ആര് കേടും ആര് വീഴും എന്നൊരു കാര്യത്തിലൊരു തീരുമാനം അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പ്ലേ ഓഫിലേക്ക് ആരും സ്ഥാനം ഉറപ്പിച്ചിട്ടില്ല, അതുപോലെ പുറത്തേക്കും ആരും സ്ഥാനം ഉറപ്പിച്ചിട്ടില്ല എന്നൊരു സ്ഥിതിയാണ്. എടുത്തു പറഞ്ഞാൽ നമ്മുടെ പഞ്ചാബിൻ്റെയും ബാംഗ്ലൂരിൻ്റെയും കാര്യങ്ങളാണ്. പഞ്ചാബായിട്ട് അവസാനം 3 മത്സരങ്ങൾ ഇപ്പോൾ തോറ്റു, അതായത് പോയിന്റ് ടേബിൾ ടോപ്പിൽ നിന്ന് ഫസ്റ്റ് ആദ്യ 6 മത്സരങ്ങളും ജയിച്ചു എന്നൊരു ടീമാണ് പഞ്ചാബ്. പക്ഷേ ഇപ്പോൾ അവസാനം 3 മത്സരങ്ങളും തോറ്റു. അതുപോലെ ബാംഗ്ലൂരാണെങ്കിലും ലാസ്റ്റ് 2 മത്സരവും തോറ്റു. ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു ബാംഗ്ലൂരിനുള്ളതിന് ലക്നൗവും മുംബൈയൊക്കെയാണ്. ഇരുവരും അവസാന സ്ഥാനക്കാരാണ് പോയിന്റ് ടേബിളിൽ. അപ്പോൾ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ എന്തായാലും ഈ ബാംഗ്ലൂരിൻ്റെ ഒപ്പം മത്സരം 2 ടീമുകൾക്കും ജയിച്ചേ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. ബാംഗ്ലൂർ ഒരു അവസാന സ്ഥാനക്കാരാണെന്ന് കരുതി ആ ഒരു മൂഡിൽ പോയി കളി ജയിക്കില്ല. കാരണം ഇവർ അവരുടെ ടീമിൻ്റെ പരമാവധി എഫേർട്ട് എടുത്ത് എങ്ങനെയെങ്കിലും പ്ലേ ഓഫിൽ എത്താനുള്ള ഒരു ശ്രമം എന്തായാലും അത് ഭാഗത്തുനിന്നുണ്ടാകുന്ന കരുതി യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു ലേസ്നെസ് മൈൻഡോടുകൂടി ഇപ്പോൾ ബാംഗ്ലൂരായാലും പഞ്ചാബായാലും ഇവർ വിചാരിക്കുന്നത് ഏകദേശം പ്ലേ ഓഫിൽ കഴിഞ്ഞപ്പോൾ 2 മത്സരം കൂടി ജയിച്ചാൽ മതി. അപ്പോൾ വലിയൊരു ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ കളിക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ടാവും ഇവർ ഈ ഒരു അടിവാരം ടീംസുകളൊക്കെ സമീപിക്കും. പക്ഷെ അവരെച്ചാലോ എങ്ങനെയെങ്കിലും പ്ലേ ഓഫിൽ എത്തണം എന്നൊരു വാശിയോടെ കളിക്കുകയും അങ്ങനെ അവർ ഇവരെ തോൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കണ്ടീഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവർ അവസാനം ഇനിയിപ്പോൾ മുംബൈ ആയിട്ടാണ് ബാംഗ്ലൂരിൻ്റെ അടുത്തൊരു മാച്ച് ഉള്ളത്. മുംബൈ എന്തായാലും നല്ല കളി കളിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എസ്പെഷ്യലി ഇപ്പോൾ രോഹിത് ശർമ്മയൊക്കെ തിരിച്ചു വന്നു. അതുപോലെ മുംബൈ പഴയ ഫോമിലേക്ക് വീണ്ടും ഹാർദിക് പാണ്ഡ്യയെ പുറത്താക്കി കഴിഞ്ഞ വർഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ്. അതൊക്കെ ഒരു ടീമിൻ്റെ ഒരു മാറ്റമായി കാണാം. ഇപ്പോൾ പ്ലേ ഓഫിലെത്താനുള്ള ശ്രമം അവരും നടത്തും. ഇന്നലെ LSGക്ക് വേണ്ടി തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം പുറത്തുകൊടുത്ത ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ മിച്ചൽ മാർഷാണ് ഇന്നലെ പ്രവർത്തനം ചെയ്തത്. മിച്ചൽ മാർഷ് ഇന്നലെ 56 പന്തിൽ 9 4ഉം 9 6ഉം ഉൾപ്പെടെ 111 റൺസാണ് ഇന്നലെ അടിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവരും മത്സരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ തുടങ്ങുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക. മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ടോസ് നേടിയ RCB ക്യാപ്റ്റൻ രജത് പട്ടിദാർ LSGയെ ബാറ്റിങ്ങിനൊക്കെയായിരുന്നു. ബാറ്റിങ്ങിനാണ് ഓപ്പണിംഗ് വന്നത് മിച്ചൽ മാർഷും. അതുപോലെ LSGക്ക് ഡിബറ്റ് മാച്ച് കളിക്കുന്ന അശ്വിൻ കുൽക്കർണിയായിരുന്നു ഓപ്പണിംഗ് ആയി വന്നത്. ഇരുവരും ചേർന്ന് ആദ്യ വിക്കറ്റിൽ 95 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് കൂട്ടിച്ചേർത്തത്. ഇതിൽ കൂടുതൽ അക്രമകാരി മിച്ചൽ മാർഷ് തന്നെയായിരുന്നു. ഈ 95 റൺസിൽ 76 റൺസും മിച്ചൽ മാർഷിൻ്റെ വക തന്നെയായിരുന്നു. 20 പന്തിലാണ് ഇന്നലെ അദ്ദേഹം അർദ്ധശതം പൂർത്തിയാക്കിയത്. അശ്വിൻ കുൽക്കർണി എന്നുള്ള എനിക്ക് തോന്നുന്നു ഫോർമാറ്റ് മറന്നുപോയെന്ന് തോന്നുന്നു. അവനൊരു 1 ഡേ ടെസ്റ്റ് ഫോർമാറ്റിലാണ് ബാറ്റ് ചെയ്തത്. 24 പന്തിൽ 17 റൺസ് എടുത്താണ്. വെറും ഒരു 4 മാത്രമാണ് അശ്വിൻ കുൽക്കർണിക്ക് നേടാനായുള്ളൂ. കൃണാൽ പാണ്ഡ്യയാണ് അശ്വിൻ കുൽക്കർണിയെ പുറത്താക്കിയത്. പിന്നീട് 1 ഡൗണായി വന്ന നിക്കോളാസ് പൂരനും അതുപോലെ മിച്ചൽ മാർഷും ചേർന്ന് 70 റൺസിൻ്റെ പാർട്ണർഷിപ്പ്, സെക്കൻഡ് വിക്കറ്റ് പാർട്ണർഷിപ്പ് LSGയെ നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കുകയായിരുന്നു. നിക്കോളാസ് പൂരൻ തൻ്റെ കഴിഞ്ഞ കളിയിലെ അതേ ഫോം തന്നെ ഈ കളിയിലും പിന്തുടരുകയായിരുന്നു. 23 പന്തിൽ 4 4ഉം 1 6ഉം ഉൾപ്പെടെ 38 റൺസാണ് ഇന്നലെ നിക്കിപ്പിയുടെ വക കണ്ടത്. ഇന്നലെ മത്സരം മഴ മൂലം 2 തവണ തടസ്സപ്പെട്ടെങ്കിലും LSGയുടെ ആ ഒരു ബാറ്റിംഗ് ബേസിന് മഴയൊന്നും ഒരു പ്രശ്നമായി തോന്നിയില്ല. കാരണം സാധാരണ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മത്സരത്തിനിടയിൽ മഴ വരുമ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് തണുത്തു പാടുന്നുണ്ട്. അതായത് ഈവൻ മഴ പെയ്ത് കളി ആരംഭിക്കുക, വിക്കറ്റുകൾ പോവുക, പിന്നെ ആ പഴയ പേസിലേക്ക് വരാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകും. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ അതൊന്നും കണ്ടില്ല. മിച്ചൽ മാർഷ് ഓൺ ഫയർ തന്നെയായിരുന്നു. പുള്ളിയുടെ ആ ഒരു ഫയർ ബാറ്റിംഗ് തന്നെയായിരുന്നു ഇന്നലെ കണ്ടത്. അവസാനം 17ാം ഓവർ എറിയാമെന്ന ഹേസൽവുഡ് ആദ്യ ബോളിൽ തന്നെ ജേക്കബത്തിൻ്റെ കൈകളിൽ എത്തിച്ച് മിച്ചൽ മാർഷിന് അവിടെയായിരുന്നു. മിച്ചൽ മാർഷ് ഇന്നലെ 49 പന്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ ആദ്യ സെഞ്ചുറി പൂർത്തിയാക്കിയത്.
മിച്ചൽ മാഷിനെ പുറത്താക്കിയ ഹേസൽവുഡിൻ്റെയും മാഷിൻ്റെ ഒരു റിയാക്ഷനൊക്കെ നല്ല രസമായിരുന്നു കാണാം. കാരണം ഇരുവരും ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് ആയിരുന്നുള്ളൂ. പിന്നീട് 19-ാം ഓവറിൽ റാസിക്കാട് നിക്കോളാസ് പുരാനെ പുറത്താക്കിയെങ്കിലും ക്യാപ്റ്റൻ ഋഷഭ് പന്തിൻ്റെ ആ ഒരു ഫിനിഷിങ് നോക്ക് LSG നല്ലൊരു സ്കോറിലെത്തുകയായിരുന്നു. 209-3 എന്ന നിലയിൽ 19 ഓവറിൽ. കാരണം മഴ മൂലം ഒരു ഓവർ കുറച്ചായിരുന്നു. 209-3 എന്ന നിലയിലെത്തുകയായിരുന്നു. ഋഷഭ് പന്തിൻ്റെ നല്ലൊരു ഫിനിഷിങ് നോക്ക് തന്നെയായിരുന്നു. 10 ബോളിൽ 4 4 2 6 ഉൾപ്പെടെ 32 റൺസ്. ഓവർ 300 സ്ട്രൈക്ക് റേറ്റിലാണ് നമ്മളെ ഋഷഭ് പന്തിൻ്റെ. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഋഷഭ് പന്തിൻ്റെ ഒരു കിടിലൻ നോക്ക് കണ്ടു. പക്ഷെ അവൻ്റെ കയ്യിൽ ബാറ്റ് എന്തെങ്കിലും കെട്ടി വയ്ക്കാൻ എന്തെങ്കിലും ചെയ്യണം. കാരണം അടിക്കുമ്പോഴും ബാറ്റ് ഒരു വശത്തേക്കും ബോൾ ഒരു വശത്തേക്കും പോകണമായിട്ടാണ്. അങ്ങനെ RCB ജയിക്കാൻ DLS മെത്തേഡ് പകരം 213 റൺസിന് വിജയിച്ചു. അതായത് ഒരു നിയമപ്രകാരം 5 റൺസ് കൂടി 4 റൺസ് കൂടി കൂടുതൽ ടാർഗറ്റ് വയ്ക്കുകയായിരുന്നു. 213 എന്ന വിജയ ലക്ഷ്യമായി RCB ബാറ്റിംഗ് ഇറങ്ങിയിരുന്നു. പക്ഷേ തുടക്കം തന്നെ പണിപാളി. ആദ്യ ബോളിൽ തന്നെ ജേക്കബ് ബദലിനോടൊപ്പം മുഹമ്മദ് ഷമി, 2-ാം ഓവറിൽ ആദ്യ പന്തിൽ പ്രിൻസ് യാദവിൻ്റെ ഒരു കിടിലൻ ഇൻസിങ്ങൾ കുറ്റി തെറിച്ച് വിരാട് കോഹ്ലി മടങ്ങുന്ന കാഴ്ചയാണ്. എന്നാൽ 3-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ദേവദത്ത് പടിക്കലും ക്യാപ്റ്റൻ രജത് പട്ടിദാറിനും എന്നുള്ള 95 റൺസിൻ്റെ പാർട്ണർഷിപ്പ് RCBക്ക് വിജയ പ്രതീക്ഷ നൽകിയെങ്കിലും വീണ്ടും പ്രിൻസ് യാദവ് തന്നെ വില്ലനായി വരികയായിരുന്നു. 11-ാം ഓവറിൽ ഋഷഭ് പന്ത് ക്യാപ്റ്റൻ പ്രിൻസ് യാദവിനെ പന്തേൽപ്പിക്കുകയായിരുന്നു. ആദ്യ ബോളിൽ തന്നെ ദേവദത്ത് പടിക്കലിനെ പുറത്താക്കി ആ ഒരു തീരുമാനം നല്ലതെന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു പാർട്ട്ണർഷിപ്പോടെ ബ്രേക്ക് ചെയ്തിരുന്നു. ആ ഓവറിൽ തന്നെ RCBയുടെ ഈ വർഷത്തെ ഈ സീസണിലെ ഏറ്റവും മോശം പ്രകടനം തുടർന്നുകൊണ്ടിരിക്കുന്ന ജിതേഷ് ശർമ്മയെ പുറത്താക്കി RCBയുടെ ആ പ്രതീക്ഷകളൊക്കെ പതിയെ ഇല്ലാതാക്കിയായിരുന്നു പ്രിൻസ് യാദവ്. തൊട്ടടുത്ത ഓവറിൽ ഷഹബാസ് അഹമ്മദ് ക്യാപ്റ്റൻ രജത് പട്ടിദാറിനെ എയ്ഡൻ മാർക്കറിൻ്റെ കൈകളിൽ എത്തിച്ചൂടെ കളി ഏകദേശം LSGയുടെ കയ്യിലായി എന്ന് വേണമെങ്കിൽ പറയാം. രജത് പട്ടിദാറിൻ്റെ ഒരു കിടിലൻ ഇന്നിങ്സ് തന്നെയാണ് ഇന്നലെ ബാംഗ്ലൂരിന് വേണ്ടി കണ്ടത്. 31 പന്തിൽ 3 4 6 6 ഉൾപ്പെടെ ഒരു തകർപ്പൻ ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്നലെ രജത് പട്ടിദാറിൻ്റെ. LSGക്ക് വേണ്ടി ഇമ്പാക്ട് പ്ലെയറെ ഒന്ന് മായങ്ങൊക്കെ അടിച്ച് ബൗണ്ടറി കിടക്കുന്ന കാഴ്ചയാണ്. അതായത് 10 ഓവർ കഴിയാവുന്ന മായങ്കി യാദവിനെ 18 റൺസാണ് രജത് പട്ടിദാർ ആ ഓവറിൽ അടിച്ചെടുത്തത്. പിന്നീട് ഇമ്പാക്ട് പ്ലെയറായിട്ട് ടിം ഡേവിഡ് വന്നു. ടിം ഡേവിഡ് വന്നിട്ട് ഒരു തകർപ്പൻ ബാറ്റിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് 17 പന്തിൽ 4 4 3 6 ഉൾപ്പെടെ 40 റൺസാണ് ഇന്നലെ ബാംഗ്ലൂരിന് വേണ്ടി നേടിയത്. പക്ഷേ ആ ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് ഷഹബാസ് അഹമ്മദ് അവസാനിപ്പിക്കുകയായിരുന്നു. ഒരു പക്ഷേ ടിം ഡേവിഡ് അവസാനം വരെ വന്നെങ്കിൽ മത്സരം RCBക്ക് ജയിക്കുകയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ടിം ഡേവിഡ് ഔട്ടായി പോയി. പിന്നെ റൊമാരിയോ ഷെപ്പേർഡ് വന്നെങ്കിലും റൊമാരിയോ ഷെപ്പേർഡും റൊണാൾഡ് പാണ്ഡ്യ അവസാനമായിട്ടൊരു ശ്രമം നടത്തി. അവസാനം കളി ഒരു ടൈറ്റ് ഫിനിഷിലേക്കൊക്കെ പോയി. അവസാനം ഓവർ ജയിക്കാൻ ഒരു 20 റൺസ് ആ ഒരു ഇതിലേക്കൊക്കെ എത്തിയെങ്കിൽ കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഓവർ അറിയാമെന്നത് 3 ഓവറിൽ 40 റൺസ് വിട്ടുകൊടുത്ത ദിഗ്വേഷ് സിംഗ് ലാത്തിയാണ്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് ഓവർ കൊടുക്കാനുള്ളൊരു തീരുമാനം അത് ഭയങ്കര തീരുമാനമായി പോയി. കാരണം റൊമാരിയോ ഷെപ്പേർഡ് പോലുള്ള ആൾക്ക് ഒരു എക്സ്പെൻസീവ് ബോളർക്ക് ഓവർ കൊടുത്തത്. പക്ഷേ ആ ഒരു ദിഗ്വേഷ് സിംഗ് ഒരു 9 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. നന്നായി പിടിച്ചെറിഞ്ഞ് ലക്നൗ സൂപ്പർ ജയൻസിന് അവരുടെ പ്ലേ ഓഫിലെത്താനുള്ളൊരു സാധ്യതയ്ക്കുള്ളൊരു വിജയം വാങ്ങിക്കൊടുക്കുകയായിരുന്നു. അങ്ങനെ LSGയുടെ 213 മറുപടി ബാംഗ്ലൂർ 203 അവസാനിപ്പിക്കുകയായിരുന്നു. ലക്നൗ സൂപ്പർ ജയൻസിന് അവരുടെ സീസണിലെ 3ാം ജയം. ലക്നൗ സൂപ്പർ ജയൻസ് ഇന്നലത്തെ മത്സരം ജയിച്ചെങ്കിൽ അവർ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്ത് തന്നെയാണ്. പക്ഷേ ഇനിയുള്ള അടുത്ത 2 മത്സരം വരുന്നത് CSKയുടെ കൂടെയാണ്. അടുപ്പിച്ച് CSK ആയിട്ടാണ് 2 മത്സരം വരുന്നത്. അപ്പോൾ അത് ജയിക്കും എന്നറിയില്ല. കാരണം ഇരു ടീമുകൾക്കും ജയിച്ചാൽ തന്നെ പ്ലേ ഓഫിലെത്താൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ ഒരു നിർണായക മത്സരങ്ങളാണ്. RCBയുടെ അടുത്ത മാച്ച് വരുന്നത് മറ്റൊരു മുംബൈ ഇന്ത്യൻസ് ആയിട്ടാണ്. മുംബൈ ഇന്ത്യൻസ് അവർക്ക് ഇനി എല്ലാ മത്സരവും ജയിച്ചാൽ തന്നെ പ്ലേ ഓഫിലെത്താൻ സാധിക്കുള്ളതുകൊണ്ട് അവർ നല്ല പ്രകടനം പുറത്തെടുക്കാൻ സാധ്യതയുണ്ട്. RCB ഒരു സാധാരണ ഒരു അടിവാരം ടീം എന്ന നിലയിൽ സമീപിച്ചാൽ തോക്കത്തേ ഉള്ളൂ. കാരണം ഒന്നാമത് മാച്ചല്ല ചിന്നസ്വാമിയിലല്ല മാച്ചാണ്, റായ്പൂരിലാണ് ആ മത്സരം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആനുകൂല്യം ഉണ്ടാവില്ല. അപ്പോൾ RCB കുറച്ചൊന്ന് പണിയെടുത്താൽ തന്നെ ആ മത്സരം ജയിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ പ്ലേ ഓഫിലെത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷമായി വീണ്ടും അതുവരേക്കും ബൈ.